ഫാമിലി കോർട്ടിലെ കുറച്ച് നിയമങ്ങൾ നിയമവ്യവസ്ഥകൾ മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട്. ഫാമിലി കോർട്ടിൽ ഈ പറഞ്ഞ അതേ സാധനമുണ്ട്. സ്ത്രീകൾക്ക് ആവശ്യമില്ലാത്ത കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ഇൻവോൾവ് ആകുന്ന സിറ്റുവേഷനിൽ സ്ത്രീകൾക്ക് കുറച്ചധികം ഫേവർ ചെയ്യുന്ന ബീയിങ് എ വുമൺ ഞാൻ പറയാം. കാരണം ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ, ഒരു കാലഘട്ടത്തിൽ ഇത് ഞാൻ യൂസ് ചെയ്ത ആളാണ്. അന്ന് എന്നെ കൊണ്ട് എന്റെ അഡ്വക്കേറ്റ് അത് ചെയ്യിപ്പിച്ചു. ഒന്നും പേടിക്കാനില്ല, എന്തായാലും ഡിവോഴ്സും കിട്ടും, കൊടുത്തതിൽ കൂടുതൽ സ്വർണവും കാശും മേടിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അത്. പക്ഷേ ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഗിൽറ്റ് അടിച്ചിട്ട് ഞാൻ ബാക്ക് ഓഫ് ചെയ്യാണ് ചെയ്തത്. ഈ പലപ്പോഴും ഈ ഡിവോഴ്സിന്റെ പേപ്പർ എഴുതുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വക്കീൽ നിർദ്ദേശത്തിൽ എഴുതുന്ന ഇതിലൊരു 80-90% അവരാണ് ഇതില് എഴുതി ചേർക്കുന്നത്. പലപ്പോഴും നമുക്കറിയില്ല ഇവരെന്താ എഴുതി ചേർക്കുന്നതെന്ന്. അങ്ങനെ എഴുതി ചേർത്ത് വിട്ട് ഇത് ഞാൻ വായിച്ചപ്പം എനിക്ക് തന്നെ ഞാനൊരു മനുഷ്യ സ്ത്രീ ആണോ എന്ന് തോന്നിപ്പോയി. അത്ര വൃത്തികേടായിരുന്നു. അതായത് പലപ്പോഴും ഇവരുടെ ഫോർമാറ്റ് ഒക്കെ ഇങ്ങനെ ആ വ്യക്തിയുടെ പേരും കാര്യങ്ങളായിട്ട് മാത്രം മാറുന്ന പറഞ്ഞ പോലെ. അതെ കറക്റ്റ് ആണ്. ഏതൊരു ഫോർമാറ്റ് ആണോ വർക്ക് ഔട്ട് ആയത് അവരത് എല്ലാ ക്ലയൻസിലും ക്യാരി ചെയ്യും. പലപ്പോഴും ക്ലയൻസ് ചില ഇപ്പം വലിയ പഠിപ്പും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൈൻഡ് ചോദിക്കുക പോലും ഇല്ല എന്താ എഴുതിയിരിക്കണത്, മനസ്സിലായില്ല. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഫാമിലി കോർട്ടിനുണ്ട്. അതെടുത്ത് അത് ഞാൻ ഒരു പ്രാവശ്യം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടി തുടങ്ങി. പക്ഷേ എനിക്കത് റിയലൈസേഷൻ വന്ന് ഞാൻ ഇനി ഇതിന്റെ പേരിൽ എന്നെ അല്ല ഇട്ടാലും കുഴപ്പമില്ല. ഐ ട്രൈഡ് ഡൂയിങ്, പക്ഷെ അത് റിയലൈസേഷൻ ആയിട്ട് ഞാൻ അതൊന്ന് ബാക്ക് ഓഫ് ചെയ്തു. നമ്മളെ മന്ത്രിയാവുന്ന ഒരു നിയമസഭ വിളിക്കുന്നു, ഈ കുറെ നിയമങ്ങൾ ഇതുപോലെ പാസ്സാക്കുന്നു. സോ എന്തിനൻ ചിട്ടിയെ പോലെ ഒരു റോബോട്ടിനെ കയ്യിൽ കിട്ടിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്തോ? എന്തിനെ കയ്യിൽ കിട്ടിയാൽ ഇഷ്ടമുള്ള എന്തും ചെയ്യിപ്പിക്കാം. അങ്ങനെയാണെന്നെങ്കിൽ ആലോചിച്ചോളൂ. സിബിബ് ഈ യൂട്യൂബിന്റെ താഴെ വന്നിട്ട് ഫേസ്ബുക്കിൽ ക്രിമിനേടി അമ്മാവന്മാരുണ്ടല്ലോ, ഇത് എത്ര നാളെ പോവും, ഇത് രണ്ടാമത്തതല്ലേ, ഇത് കണ്ടാ മതി എന്നൊക്കെ പറയുന്ന ക്രിമി ഉണ്ടല്ലോ, ക്രിമികളായിട്ടുള്ള അമ്മാവന്മാരെയും അമ്മായിമാരെയും ഫേക്കാക്കന്മാരെയും തൂക്കാൻ പറയും. തൂക്കി നേരെ കൊണ്ടുവന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് ഇതൊക്കെയാണ് ഈ ഫേക്കന്മാരെന്ന് കാണിക്കും. അതിന് വേണ്ടിട്ട് ഞാൻ എന്റെ ചിട്ടി ഗോ പൊക്കിയെടുത്തിട്ട് ഈ അമ്മാവനെ തൂക്കിയെടുത്തിട്ട് കോമഡി എന്നറിയോ, ഈ കമന്റ് ഇടുന്ന അമ്മാവൻ നമ്മളിപ്പോ ചുമ്മാ ഫേസ്ബുക്കിൽ ഇത് കൊള്ളാം അവന് ഇത് എന്താ പറയുക പറഞ്ഞ വൃത്തികടക്കെ എഴുതുന്നത്. നമ്മൾ ചുമ്മാ അവന്റെ പ്രൊഫൈലിൽ കയറി ഫേസ്ബുക്ക് ഇത് അവന് അവന്റെ മോളെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ ആയിരിക്കും, ബാഗിൽ ഫാമിലി ആയിരിക്കും. അതെ, അതിന്റെ അടിയിൽ ആരെങ്കിലും ഇട്ടാ അവന് സഹിക്കും. നല്ലവനായി മറ്റേ മുഖമില്ലാത്തവർക്ക് മുഖം കൊടുക്കുന്ന പരിപാടി ചിട്ടിയെ പറഞ്ഞു തൂക്കടാന്ന് പറഞ്ഞു. വെഡിങ്ങിന് പോലും നിന്നുള്ള രീതിയിലേക്ക് ആ ഫോട്ടോസ് വരുന്നതിന്റെ ഇടയ്ക്ക് FB സാധനത്തിൽ കമന്റ്സ് വന്നൊരു സാധനമായിരുന്നു, ഇവർ നിന്ന് കാണിക്കുന്നത് മോള് നിർത്തിക്കൊണ്ട് തന്നെ വേണം എന്നുള്ള സാധനത്തിൽ. നമ്മുടെ മക്കളുടെ മുമ്പിൽ നമ്മൾ അയ്യേന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ മാറ്റണം. അതായത് ഉമ്മ വയ്ക്കുന്ന അയ്യേ, ഉമ്മ വയ്ക്കുന്നത് സ്നേഹപ്രകടമാണ്. അത് നിങ്ങൾ കണ്ടു പഠിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇങ്ങനെയാണ് സ്നേഹിക്കുന്നത്, നിങ്ങൾ ഭാവിയിൽ കല്യാണം വ്യക്തികളെല്ലാം നോക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചിന്ത പോകുന്നത്. നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച് വേണം സ്നേഹം പ്രകടിപ്പിക്കാൻ. നിങ്ങളുടെ സ്നേഹം മക്കൾ കണ്ട് പഠിക്കട്ടെ, അതാണ് അവര് ലൈഫിൽ ക്യാരി ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്, അതല്ലാതെ അയ്യെന്നാണ് പഠിപ്പിക്കുന്നത്. അയ്യേ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താത്വികമായി പോവാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഞാൻ കുറച്ച് ഇത് പറയുന്നത് ശരിയാണ്, എന്നാലും പറയാം. നമ്മളൊരു കൊച്ചുകുട്ടി ഇപ്പൊ ജനനേന്ദ്രിയത്തിൽ തൊടുകയാണെങ്കിൽ നമ്മൾ പറയുന്ന അയ്യേ കയ്യിടറാന്നാണ്. അത് അയ്യല്ല, അത് അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമല്ല. അത് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നോ അല്ലെങ്കിൽ അത് അയ്യേ എന്ന് പറയേണ്ട ഒരു സംഭവം അല്ല എന്നുള്ളത് ഒരു എഡ്യൂക്കേറ്റ് ചെയ്യണം. അതാണ് കൊച്ചുകുട്ടിയെ നമ്മൾ പഠിപ്പിക്കണോ എന്ന് ചിലർ ചോദിക്കുക. അല്ല അയ്യെന്ന് പറയരുത്, അയ്യെന്നല്ല മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അപ്പൊ തൊട്ടേ അത് അയ്യേ ആയി കയറും, അത് പിന്നെ അയ്യേ ആയി ഒരു മോശം സാധനമാകും. അത് ആള് പറയുന്നതും പിന്നീട് അവനോ അവളോ കേൾക്കുന്നതും പിന്നെ അതായിട്ട് മാറും എന്നുള്ള ഇവിടം തൊട്ടേ അതൊക്കെ ഒന്ന്. യെസ്, സോ കിടിലൻ എന്തിനും ഉപയോഗമായിരുന്നു. എന്തിനെ കിട്ടി ഇങ്ങനെ ഗുണുണ്ടെന്നുള്ളത് അതെ കിടക്കട്ടെ എന്നുള്ളത്. യാ, സോ 24 മൂവി പോലെ ഒരു വാച്ച് കിട്ടി. ടൈം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എവിടെ പോകും?
പോയിട്ടോ ഞാൻ ആലോചിക്കും. അവിടെ പെട്ടെന്ന് പറയണേ. സോ അത് ചെയ്യാനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോവും, തിരിച്ചു പോവും. അച്ഛൻ്റെ തിരിച്ചു പോകും. അച്ഛൻ്റെ അടുത്ത് പോവും. എന്നിട്ട് എന്ത് പറയും? എന്ത് പറയാനാ, ഒന്നും പറയാനില്ല. കുറച്ചേരം അച്ഛനെ നോക്കി അവിടെ അങ്ങനെ ഇരിക്കും. ഓക്കെ. എന്നിട്ട് തിരിച്ചു വരും. എനിക്ക് തോന്നുന്നു ആ പോക്ക് ചിലപ്പോൾ തിരിച്ചു വരില്ല. അതെ, വരാതിരിക്കാൻ പറ്റ അത്ര, അച്ഛനെയും കൂടി കൊണ്ടുവരാൻ പറ്റ അത്രയും നല്ലത്. 2024 ഏപ്രിൽ 27 പോകും. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറണം. എന്നിട്ട് വൃത്തിയായിട്ട് തിരിച്ചു വരും. ആ പോയില് വരുന്ന ഇപ്പൊ വൃത്തിയായിട്ട് തിരിച്ചു വരും എന്ന് പറയുമ്പോൾ തന്നെ എന്ത് മാറ്റാണ്? അപ്പൊ ഞാൻ ചെയ്തത് എനിക്ക് ചെയ്യണ്ടായിരുന്നു എന്നുള്ള തോന്നലുണ്ടാവും. അതൊന്നുമല്ല. പിന്നെന്തായിരുന്നു ഞാൻ ചെയ്തതിന് അതല്ല, എൻ്റെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ, അത് എന്നെ മനഃപൂർവ്വം ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചെയ്തതാണെന്നുള്ളൊരു റിയലൈസേഷൻ വന്നില്ലേ, അത് ഇപ്പൊ എനിക്ക് കിട്ടിയല്ലോ. ഇനി തിരിച്ചു പോയിട്ട് ഇത് വിഷയമില്ല എന്നുള്ളൊരു സാധനം അത് ഇപ്പോഴും ഒരു ഇതായിട്ട് കിടക്കുന്നുണ്ട്. റോഹൻ അത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജീവിതകാലം മുഴുവൻ ഹോണ്ട് ചെയ്യാൻ പോണ സാധനം അതാണ്. അതൊരിക്കലും മാറില്ല. ബിക്കോസ് എന്നോട് എത്ര പേര് അഗ്രി എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ ആ ഷോയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോ ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഷോ ആയിരുന്നു അത്. ആ ഷോയിൽ ഞാൻ പോയി മറ്റ് ചില കാരണങ്ങൾ, എൻ്റെ തെറ്റെന്ന് ഞാൻ ഒരിക്കലും, ഡെഫിനറ്റ്ലി യെസ്, ചിലപ്പോൾ ഞാൻ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ലിരുന്നിരിക്കും. പക്ഷെ എന്നാലും മാക്സിമം എങ്ങനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും, അതായത് ഹ്യൂമാനിറ്റിയെ അപ്പുറത്തേക്ക്, ഒരു ഹ്യൂമാനിറ്റി കൺസിഡറേഷൻ പോലും ഇല്ലാതെ അപ്പുറത്ത് എൻ്റെ രീതിയിൽ പെരുമാറി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോം എനിക്ക് നഷ്ടപ്പെടുത്തി. അത് ബാഹ്യ ഇടപെടലുകളാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറം ഇത് ഞാൻ എത്ര മറക്കാൻ ശ്രമിച്ചാലും ചിലർ അഗ്രി ആയിരിക്കും. എൻ്റെ അടുത്ത് പലരും പറയുന്നതാണ് വിന്നർ ആവേണ്ട ആളായിരുന്നു എന്ന് പറയും. തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പെയിനാണ്. എന്നിട്ട് എന്താ ഞാൻ വിന്നർ ആവാതെ വന്ന് കാട്ടിൽ വന്നിട്ട് അതുപോലെ ഇമ്പാക്ട് ഉണ്ടാക്കിയത് പറയുന്ന പേരുകളൊന്ന് വന്ന് നിന്ന് കൊണ്ടുപോകുന്ന ഒരു ഷോവിനെ ക്യാരി ചെയ്ത രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ കമന്റ് ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നില്ല, ഓൾമോസ്റ്റ് എവറി ഡേ ഞാൻ കേൾക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്ത് പുറത്തു പോയാലും വിന്നർ ആവേണ്ട ആളായിരുന്നു എന്ന് പറയുമ്പോ ഒരു ആ സാധനം ഞാൻ ജീവിതകാലം മുഴുവൻ ക്യാരി ചെയ്യും. പക്ഷെ അത് എത്രയായാലും ഉള്ളിൽ എന്തൊക്കെയുള്ള മുറിവുകളാണെങ്കിലും അത് ഹീൽ ചെയ്യാനുള്ള ബെസ്റ്റ് മെഡിസിൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അവന്റെ ഒരു ബിഗ് ബോസ് അല്ലേ, ഈ മെഡിസിൻ മാറാത്ത ഒന്നുമില്ല മോനെ, മാറ്റിരിക്കും എന്നുള്ള കാര്യത്തിൽ ആവശ്യമില്ല. ഓക്കെ. അന്യൻ മൂവിയിലെ പോലെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? മൂന്ന് ക്യാരക്ടർ കിട്ടിയാലോ? അങ്ങനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് ചില ആൾക്കാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിങ്ങനെ സ്വിച്ചിട്ട് അയ്യോ അറിയാതെ ഞാനല്ല അയ്യോ അത് കാരണം ഞാനല്ല മറ്റേ ആളാണ്. എനിക്ക് റിയൽ ലൈഫില് ഏതാണ്ട് അന്യൻ അങ്ങനെയാണ്. ചട്ട റമോ ആയിരിക്കും പെട്ടെന്ന് അന്യനും. അതെ, അന്യനും വരും അമ്പി വരും. അതോ റെമോ റെമോ ഇപ്പൊ മറ്റേ റെസ്റ്റ് ഇൻ പീസ് ആയിട്ട് റെമോ ഒരാളിൽ ഒതുങ്ങി. റെമോ ടെറിട്ടറി മാർക്ക് ചെയ്തു കട്ടക്കി.